ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ സമരം ശക്തമാക്കി സമരസമിതി. ഫാക്ടറിക്ക് തീയിട്ടതിനു പിന്നാലെ ഒളിവിൽ പോയ SDPI പ്രവർത്തകരിൽ പലരും ഇപ്പോഴും കാണാമറയത്താണ്. ഇവർക്ക് പുറത്തുനിന്ന് സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തൊട്ടു പിന്നാലെ തന്നെ സമരസമിതി സമരവും ശക്തമാക്കിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ആ കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിരവധി പേർ പോലീസ് പിടിയിൽ ആകാനുണ്ട് എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. അന്ന് കണ്ടാലറിയാവുന്ന 354 പേർക്കെതിരെയാണ് കേസെടുത്തത് എങ്കിൽ പോലും അതിൽ അറസ്റ്റിലായവരുടെ എണ്ണം തുലവും കുറവാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അതോടൊപ്പം ഫാക്ടറി തുറക്കാനുള്ള നടപടിയെ ഏത് രീതിയിലാണ് സമരസമിതി എതിർക്കുന്നത്? രോഹിണി, കഴിഞ്ഞ ഒക്ടോബർ 21-നായിരുന്നു ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ സമരമുണ്ടാകുന്നു. ആ സമരം വലിയ തോതിൽ ആക്രമണം ഉണ്ടാകുന്നു. ഇതിനുശേഷം അടച്ച ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇത് തുറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും വലിയ തോതിൽ തന്നെ സമരം പുനരാരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചു പൂട്ടുന്നത് വരെ സമരം തുടരും എന്ന് തന്നെയാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. നിലവിൽ ഇപ്പോൾ ഈ സമരം ഈ ഫ്രഷ് കട്ടിന് സമീപത്തായല്ല, ഈ ഫ്രഷ് കട്ടിന് സമീപം കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ജനകീയ തുറന്നു പ്രവർത്തിക്കാൻ ഫ്രഷ് കട്ടിന് അനുമതി നൽകിയതിനെ തുടർന്ന് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കളക്ടർ ഇതിന്റെ സമീപ പ്രദേശങ്ങളെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ഈ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അമ്പലമുക്കിലാണ്, അതായത് ഏകദേശം ഈ ഫ്രഷ് കട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെ സംസ്ഥാന പാതയിലുള്ള അമ്പലമുക്കിലാണ് ഇത്തരത്തിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം ഇന്നലെ മുതൽ പുനരാരംഭിച്ചിട്ടുള്ളത്. വളരെ ശക്തമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. അതായത് ഫ്രഷ് കട്ട് അടച്ചുപൂട്ടുന്നവരെ സമരം തുടരുമെന്ന് തന്നെയാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 16 പേരാണ് അറസ്റ്റിലായിട്ട്. രോഹിണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. കണ്ടാലറിയാവുന്ന ഏകദേശം ഒരു 365 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 16 പേരാണ്. ഇന്നലെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ തച്ചമ്പയിൽ സ്വദേശികളായ 2 പേരെയാണ് കഴിഞ്ഞ ദിവസവും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുൾപ്പെടെ ഏകദേശം 16 പേരാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പിടിയിലായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സമരസമിതിയുടെ മുന്നിൽ നിൽക്കുന്ന നേതാക്കൾ ആരും തന്നെ ഇതുവരെയും പിടിയിലായിട്ടില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ STPയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു. കാരണം STPയുടെ ജില്ലാ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു ഈ സമരത്തിൽ STPയുടെ അംഗങ്ങൾ ഉണ്ടായിരുന്നു, STPI ഇത്തരത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നുൾപ്പെടെ. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് STPI ആണ് ഇത്തരത്തിൽ ഒരു അക്രമം അഴിച്ചുവിട്ടത്, അല്ലെങ്കിൽ ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം കത്തിക്കാൻ STPI മുന്നിൽ നിന്നിരുന്നു എന്നുള്ള ആരോപണങ്ങൾ പോലീസിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, CPMന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിരുന്നു. ഇതിനുശേഷം തന്നെയാണ് ഇവരുടെ ജില്ലാ നേതാവും ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത്. കാരണം STPI പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നുൾപ്പെടെ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കളല്ലാതെ, പ്രാദേശികമായി ഉള്ള ചില ആളുകളല്ലാതെ, അതായത് 16ഓളം പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളതല്ലാതെ മറ്റൊരു ആരെയും തന്നെ പോലീസിന് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വിദേശത്ത് നിന്നോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടാവാം എന്നതല്ല നിഗമനം തന്നെയാണ് പോലീസും കരുതുന്നത്. കാരണം വലിയ തോതിൽ തന്നെ പുറമേ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെയാവാം ഇവരെ ഇതുവരെയും ഇത്രയായിട്ടും പിടികൂടാൻ പോലീസിന് സാധിക്കാത്തത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പരിശോധനയെല്ലാം പോലീസ് നടത്തുന്നുണ്ട്. കാരണം രാത്രിയിൽ ഉൾപ്പെടെ പ്രദേശത്തെത്തി വീടുകളിലെല്ലാം പോലീസ് പരിശോധന നടത്തിയിരുന്നതിൽ വലിയ തോതിലുള്ള ആക്ഷേപം പ്രദേശവാസികൾ തന്നെ ഉയർന്നിരുന്നു. ഇത് പലതവണയായി ഇത്തരത്തിൽ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട യോഗത്തിലെല്ലാം വലിയ തോതിലുള്ള ആക്ഷേപം രോഹിണി ഉണ്ടായിരുന്നു.